എത്ര കാലം പോലീസുകാർക്ക് അടിക്കാൻ പറ്റും? അങ്ങനെ ലൈക്ക് ഒരു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ദിവസങ്ങളോളം അടിച്ചോടിപ്പിക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റുമെന്നില്ല. ഇവർക്കും വയ്യാണ്ടാവുമല്ലോ. പിന്നെ കുട്ടികളുടെ കാര്യം വളരെ ജനാധിപത്യപരമായി നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ അടിച്ച് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ ഉള്ള എല്ലാ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും എല്ലാവരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദി എന്ന് വിളിച്ച് വീട്ടിലിരിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ വന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ കാര്യമാക്കേണ്ട കുട്ടികളുടെ ആവശ്യം വളരെ ട്രാൻസ്പെറന്റ് ആണ്. അത് എത്രയും വേഗം നിറവേറണം. എത്ര കാലം പോലീസുകാർക്ക് അടിക്കാൻ പറ്റും? അങ്ങനെ ലൈക്ക് ഒരു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ദിവസങ്ങളോളം അടിച്ചോടിപ്പിക്കാനൊന്നും ഇവരെ കൊണ്ട് പറ്റുമെന്നില്ല. ഇവർക്കും വയ്യാണ്ടാവുമല്ലോ. പിന്നെ കുട്ടികളുടെ കാര്യം വളരെ ജനാധിപത്യപരമായി നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിനെ അടിച്ച് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യമാണ്. ദ ഗവൺമെന്റ് ഷുഡ് സേ സോറി ടു ദ പീപ്പിൾ. ഇല്ല, ഇതിപ്പോ നമ്മുടെ ആവശ്യം കുട്ടികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട. കുട്ടികൾ സമരം തുടർന്ന് വരെ നമ്മൾ സമരം തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനമായി വേടൻ ഒരു പാട്ട് പാടി നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കും. പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഇവിടെ പ്രകടനമൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ റീൽസ് നോക്കി ഇരിക്കുകയല്ല ചെയ്യണത്. സ്പ്രെഡ് ചെയ്യണം. ഇത് സ്പ്രെഡ് ചെയ്യണം. 2 ദിവസം മുന്നേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് നടന്നത് ഏറ്റവും വലിയ അനീതിയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടണം. അപ്പോ ഇതേപോലുള്ള സമരങ്ങള് വിദ്യാർത്ഥികളുടെ ആവശ്യം വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഒരു അനീതി നടന്നു. ആ അനീതിക്ക് കാരണക്കാരനായ ഒരാളെ അയാളെ പുറത്താക്കിയിട്ട് പിള്ളേർക്ക് നീതി വേണമെന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. ആ നീതി നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ള യുവതലമുറകള് ഇനിയും തെരുവുകളിലേക്ക് ഇറങ്ങും. ജയ് ഭീം. താങ്ക് സോ മച്ച് മക്കള്. അപ്പൊ അതൊക്കെ സകലതും ഓർത്തു വെക്കപ്പെടും. ഓൾറൈറ്റ് മക്കളെ, ഇത്രയുള്ള നമ്മുടെ പരിപാടി. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നേരത്തെ എന്റെ സഹോദരൻ പറഞ്ഞ പോലെ നന്ദി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെയും കൂടി കടമയും കൂടിയാണ് വരേണ്ടതെന്ന്. Spread it, മകളെ, spread it. Thank you so much. I love you. ജയ് ഭീം. എല്ലാവരും സമാധാനപരമായി വീട്ടിലേക്ക് പോയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്.